അതാണ് അതുകൂടി ഉണ്ടായിരുന്നു. അതെ അതെ അരുൺ, എന്താണ് ഫീൽഡിന്റെ ഒരു അവസ്ഥ? എന്താണ് പോളിംഗ് നടപടിക്രമങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ചേലക്കരയുടെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഇന്നലെ വൈകിട്ട് മുതലുണ്ടായ ആ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതിഫലനം ഈ പോളിംഗ് ശതമാനത്തിലേക്കും ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ രാഷ്ട്രീയ നേതൃത്വങ്ങൾ മുന്നിൽ കാണുന്നുണ്ടോ അരുൺ? സഹിത്യ രഞ്ജിത്ത്, ഞാനുള്ളത് NDA സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ വോട്ട് ചെയ്യുന്ന തിരുവല്ലാമല പാമ്പാടി സ്കൂളിൽ 116 നമ്പർ ബൂത്തിലാണ് അദ്ദേഹം വോട്ട് ചെയ്യുന്നത്. 117 നമ്പർ ബൂത്താണ്. ഇവിടെ ഈ മോക്ക് പോൾ കഴിഞ്ഞു. അതിന്റെ ബാക്കി നടപടിക്രമങ്ങൾ, ഈ വോട്ടിംഗ് മെഷീന്റെ മറ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഏതായാലും ചേലക്കര എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിനുള്ള നമുക്കറിയാം അവസാന നിമിഷം ഇന്നലെ PV അൻവറിന്റെ ഒരു ഷോ എന്ന് തന്നെ പറയേണ്ടി വേണം. കാരണം മുമ്പത്തെ ദിവസവും അദ്ദേഹം ഈ കൊട്ടിക്കലാശത്തിന് തൊട്ട് തലേ ദിവസവും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയ ശേഷം അവിടെ ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കൊണ്ടിട്ട് ഒരു പ്രകടനം നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇന്നലെ ഉണ്ടായത്. സാധാരണ നമുക്കറിയാം എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഈ കൊട്ടിക്കലാശം കഴിഞ്ഞാൽ മണ്ഡലത്തിൽ വോട്ടില്ലാത്തവർ അവിടെ നിന്ന് പോവുക പതിവാണ്. പക്ഷേ അതിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ടൊരു നീക്കം അൻവർ നടത്തുന്നു. മൂന്ന് മുന്നണികളും വലിയ രീതിയിൽ പണമൊഴുക്കുന്നു എന്ന ആരോപണമാണ്, പരാതിയാണ് അൻവറിനുള്ളത്. ഏതായാലും അതിതീവ്രമായ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇവിടെ നടന്നു എന്നത് വസ്തുതയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ CPM-ന്റെ 96 ശേഷം ഇങ്ങോട്ട്, അതിനു മുമ്പ് കോൺഗ്രസിനും പാരമ്പര്യവും അവരുടെ കോട്ടയെന്നൊക്കെ അവകാശപ്പെടാൻ കഴിയുന്നതായിരുന്നു ചേലക്കര. പക്ഷെ 96 ശേഷം K രാധാകൃഷ്ണൻ എന്ന നേതാവ് 96 ചേലക്കരയിൽ വന്നതോടുകൂടി ചേലക്കരയുടെ ചിത്രം മാറുകയായിരുന്നു. പക്ഷേ അങ്ങനെ വന്ന ശേഷം കേരളം പക്ഷേ ചേലക്കര കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രചരണം, തീവ്രമായ പ്രചരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും അത്തരം തീവ്ര പ്രചരണങ്ങളുടെ വേദി കൂടിയാണ്. എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നണികൾ പാർട്ടികളൊക്കെ നടത്തുന്നതുമാണ്. പക്ഷേ കോൺഗ്രസ് ആണ് അതിലേറ്റവും ശക്തമായ ഒരു പ്രചരണ രംഗത്ത്. CPM സ്വാഭാവികമായി അവർക്ക് നേരത്തെ രഞ്ജിത്തും സഹിത്തുമൊക്കെ സൂചിപ്പിച്ച പോലെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ചേലക്കര കൈവിട്ടുപോയാൽ ഒരു മറുപടിയും പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇടതുമുന്നണിയും CPM-ഉം അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഒക്കെ മാറുമെന്നുള്ളതും വസ്തുതയാണ്. പക്ഷേ കോൺഗ്രസ് ഇവിടെ വളരെ ആവേശപൂർവ്വമായ പ്രചരണം, കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അവരുടെയൊന്നും ഓർമ്മയിൽ ചേലക്കരയിൽ ഇങ്ങനെ കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങിയത് അവർക്കാർക്കും ഓർമ്മയില്ല. ആ രീതിയിലുള്ള കാടിളക്കിയുള്ള പ്രചരണം, നേതാക്കളുടെ വലിയ രീതിയിലുള്ള സാന്നിധ്യം, അത് തുടക്കം മുതൽ കൊട്ടിക്കലാശം വരെയും അതുതന്നെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വലിയ പ്രതീക്ഷ ഇവിടെ അർപ്പിക്കുന്നു. ആലത്തൂരിന്റെ മുൻ MP കൂടിയായ രമ്യ ഹരിദാസ് മത്സരിക്കുമ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. പക്ഷെ ആ കണക്കുകളൊക്കെ തള്ളുന്നതാണ് ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം. ഒരു തരത്തിലും ചേലക്കര എന്ന ഇടതു കോട്ട വിട്ടുകൊടുക്കാനാകില്ല, വിട്ടുകൊടുക്കാൻ ഒരു സാഹചര്യവും ഇവിടെ ഇല്ല. വലിയ രീതിയിൽ കോൺഗ്രസ് പണമൊഴുക്കിയെന്ന് ആദ്യം മുതൽ ഇടതുമുന്നണി ആരോപിക്കുന്നുണ്ട്. ഒരു CPM പ്രധാന നേതാവ് പറഞ്ഞത്, എങ്ങനെ കോൺഗ്രസിന് എവിടെ നിന്ന് ഇത്രയധികം പണം ലഭിക്കുന്നു? CPM ഭരണമുന്നണിയാണ്, BJP കേന്ദ്രം ഭരിക്കുന്ന മുന്നണിയാണ്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് വലിയ രീതിയിൽ പണമൊഴുക്കുന്ന ആരോപണമുണ്ട്. ഏറ്റവും ഒടുവിൽ അൻവറിന്റെ ഇന്നത്തെ ഷോ മാറ്റി നിർത്തിയാൽ പിന്നീട് ചേലക്കരയെ അങ്ങനെ ഒരു ചർച്ചയിൽ കൊണ്ടുവന്നത് ചെറുതുരുത്തിയിൽ പിടികൂടിയ പണമാണ്. SNDP-യുടെ താലൂക്ക് തല നേതാവിൽ നിന്ന് പിടിച്ചെടുത്ത പണമാണ്. അത് കോൺഗ്രസിന് വേണ്ടി കൊണ്ടുവന്നതെന്ന ആരോപണം CPM ആദ്യം ഉന്നയിച്ചു. പക്ഷേ തിരികെ കരുവന്നൂർ അടക്കം തൃശൂരിലെ സഹകരണ ബാങ്ക് മേഖലയിലെ പ്രതിസന്ധി അടക്കം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടക്കം ആരോപിച്ചുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് അനിൽ അക്കര, തൃശൂരിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് അനിൽ അക്കര അത് CPM-ന് മേൽ ആരോപണം മാറ്റിവെക്കുകയും ചെയ്തു. ഏതായാലും 20 ലക്ഷത്തോളം രൂപ അദ്ദേഹം ബാങ്കിൽ നിന്ന് പിൻവലിച്ചതാണ് എന്ന് ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. 19 ലക്ഷത്തോളം രൂപയാണ്, 25 ലക്ഷം പിൻവലിച്ചു, 19 ലക്ഷത്തോളം രൂപയാണ് ആദ്യം പിടികൂടിയത്. ബാക്കി അതിന് വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ആരുമായാണ് ബന്ധമെങ്കിലും സ്വാഭാവികമായും ചേലക്കരയിലെ ഇന്നലത്തെ നിശബ്ദ പ്രകടന ദിവസത്തെ ഏറ്റവും അധികം ചർച്ചയാക്കിയത്, അൻവറിന്റെ നീക്കങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് ചർച്ചയാക്കിയത് സ്വാഭാവികമായും ഈ പണം പിടികൂടിയതാണ്. കള്ളപ്പണമെന്ന് തെളിയിക്കാൻ തക്ക തെളിവുകളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. എങ്കിലും അത്രയധികം തീവ്രമായ ആരോപണ പ്രത്യാരോപണങ്ങൾ ചേലക്കരയിൽ ഉണ്ടാകുന്നുണ്ട്. പാലക്കാട് കൊണ്ടുവന്ന KPM ഹോട്ടലിൽ കൊണ്ടുവന്ന പണത്തിന്റെ ബാക്കിയാണെന്ന ആരോപണം CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഉന്നയിച്ചിരുന്നു. ഏതായാലും ആരോപണ പ്രത്യാരോപണം അതേപോലെ നിൽക്കുന്നു. 36 കോടി രൂപ, ഒരുപക്ഷെ 12 കോടി വീതം ഡിവൈഡ് ചെയ്താകാം PV അൻവർ മുന്നണികൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. 36 കോടി രൂപ ചേലക്കരയിൽ ഒഴുകി. ചേലക്കര നമുക്കറിയാം വളരെ സാധാരണക്കാര ജനങ്ങൾ താമസിക്കുന്ന ഒരു മണ്ഡലമാണ്. വളരെ അത്രയധികമൊന്നും വികസനം എടുത്തു പറയാൻ കഴിയാത്തൊരു മണ്ഡലമാണ്. റോഡുകളും ചില സ്കൂളുകളും ഒക്കെ വന്ന് ഒഴിച്ചാൽ അങ്ങനെ ഒരു വികസനത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും എത്തിയ മണ്ഡലമല്ല. പക്ഷെ അവിടുത്തെ വോട്ടർമാരെ സ്വാധീനിക്കാൻ 36 കോടി അധികം രൂപ കൊണ്ടുവന്നുവെന്ന ആരോപണമാണ് PV അൻവർ ഉന്നയിക്കുന്നത്. നമുക്കറിയാം PV അൻവറിന്റെ ആരോപണമാണ്. അതിൽ എത്രത്തോളം തെളിവുണ്ടെന്ന കാര്യമൊക്കെ ഇനിയും
പുറത്തു വരേണ്ടത്. എന്ത് പറഞ്ഞാലും ചേലക്കര ഏറ്റവും ശക്തമായ ഒരു പോരാട്ടം നമ്മൾ തീർച്ചയായും അതാണ് പ്രധാനം. ചേലക്കരയിൽ അതിശക്തമായ പോരാട്ടം നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി മാറുകയാണ്. ഏറ്റവും ഒടുവിൽ അൻവർ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ചേലക്കരയിൽ സ്ഥാനാർത്ഥി നിർത്തി. അതിന് പ്രത്യേകിച്ചും ഈ പറഞ്ഞതുപോലെ CPM-നെതിരെ വലിയ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ വലിയ ശബ്ദം മുഴക്കുന്ന ആളായി അൻവർ മാറിയിരുന്നു സമീപകാലത്ത്. അതിന്റെ എന്താണ് അൻവറിന്റെ സ്ഥാനാർത്ഥിക്ക് നേടാൻ കഴിയുന്ന വോട്ട് വിഹിതം എന്നൊക്കെ ഉള്ളത്? അതെ, ഇപ്പം ജയിച്ചാലും തോറ്റാലും അൻവർ എന്ന രാഷ്ട്രീയ നേതാവ് വിലയിരുത്തുന്ന ഒരു ഇടം കൂടിയായി ചേലക്കര മാറുന്നു. അത്